ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നോമ്പ് സഹനത്തിന്റെയും വചനത്തിന്റെയും കാലഘട്ടമാണ്. യേശുക്രിസ്തു ക്രൂശ് മരണത്തോളം തന്നെ താഴ്ത്തി ഏൽപ്പിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നാം ഓരോ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും നോമ്പിന്റെ പൂർണ്ണത കൈവരുന്നത് വചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. നോമ്പ് ഒരു ആചരണമായി തീരാതെ യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് കഷ്ടതകൾ ഏറ്റതെന്ന ചിന്ത അതിനെ കൂടുതൽ അർത്ഥപൂർണവും ജീവിതാനുഭവമാക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ദൈവം നമ്മെ തന്നെ സ്വരൂപത്തിലും സൃഷ്ടിച്ചതിന്റെ പൂർണ്ണത ഉണ്ടാവുന്നത് സൃഷ്ടിതാവിന്റെ ഉദ്ദേശം കൂടി നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറുമ്പോഴാണ്. ദൈവിക ഭാവം നമ്മിൽ ഉണ്ടാകുവാനാണ് യേശുക്രിസ്തുവിന്റെ ജീവിത വഴി നമ്മെ കാണിച്ചു തരുന്നത്. ക്രിസ്തുവിലുള്ള ഭാവങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. യേശുക്രിസ്തുവിന് തന്റെ ദിവ്യമായ പരിവേഷത്തിൽ ജീവിക്കാമായിരുന്നിട്ടും കർത്താവ് നമുക്ക് വേണ്ടി തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ആ മാതൃക നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. അതായത് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി മറ്റുള്ളവരുടെ വേദനയിലും സങ്കടത്തിലും പങ്കുചേരുകയും ആശ്വാസമാകുകയും ചെയ്യണം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും ദൈവിക ഭാവത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നീ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന് ഞങ്ങളുടെ പാവപരിഹാരത്തിനായി മരണം വരിച്ചത് മൂലം ഞങ്ങൾ വെളിവാകേണ്ടുന്ന ഭാവം എന്തെന്ന് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ദൈവിക ഭാവമുള്ളവരായി ജീവിക്കുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ആമീൻ.